ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ലോകമനസാക്ഷിയെ ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദുരിതഭൂമിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. സഹായം എത്തിക്കാൻ എന്ന പേരിൽ നടത്തുന്ന വ്യോമ പദ്ധതികൾ യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഉപദ്രവമായി മാറുന്നുവെന്നും ഇസ്രായേലിന്റെ ഒരു പൊതുജന സമ്പർക്ക തന്ത്രം മാത്രമാണ് ഇതിന് പിന്നിലെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 42 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിൽ 12 പേർ ഇസ്രായേൽ കരാറുമായി GHFന്റെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമുണ്ടായ വെടിവയ്പ്പുകളിലാണ് കൊല്ലപ്പെട്ടത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് വൈദ്യസഹായ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അഥവാ MSF GHFനെ രൂക്ഷമായി വിമർശിക്കുന്നു. GHF മാനുഷിക സഹായം നൽകുന്നതിന് പകരം കൂട്ടക്കൊലകൾ കളമൊരുക്കുകയാണെന്ന് അവർ ആരോപിക്കുന്നു. MSFന്റെ കണക്കുകൾ പ്രകാരം ജൂണിനും ജൂലൈക്കും ഇടയിൽ GHF വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം നടന്ന വെടിവയ്പ്പുകളിൽ പരിക്കേറ്റ 41 കുട്ടികളടക്കം 1300 പേരെ അവർ ചികിത്സിച്ചു. ഗാസയിൽ പട്ടിണിയും ദാരിദ്ര്യവും അതിരൂക്ഷമായതോടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യോമമാർഗം സഹായമായി എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ നടപടിക്ക് പിന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. വിമാനങ്ങളിൽ നിന്ന് താഴേക്ക് ഇടുന്ന സഹായ പാക്കറ്റുകൾ പലപ്പോഴും സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാക്കുന്നു. ഇവ കൃത്യമായി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വീഴുന്നില്ല. ചിലപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും കടലിലും കൂടാരങ്ങളിലും വീഴാറുണ്ട്. ഇത് സഹായം ശേഖരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ജീവന് ഭീഷണിയാകുന്നു. സഹായ പെട്ടികൾ തലയിൽ വീണും തിക്കിലും തിരക്കിലും പെട്ടും വെള്ളത്തിൽ മുങ്ങിയും ആളുകൾ മരിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എയർ ഡ്രോപ്പുകൾ വഴി ലഭിക്കുന്ന സഹായങ്ങൾ സായുധ സംഘങ്ങൾ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള ജനങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്നു. ചിലപ്പോൾ ആളുകളെ വെടിവെക്കുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നു. പിടിച്ചെടുത്ത സാധനങ്ങൾ പിന്നീട് കരിഞ്ചന്തയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്ന അവസ്ഥയും ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ബിസ്ക്കറ്റിന് 20 ഷെക്കൽ ഏകദേശം $5 വരെ വിലയിട്ട് വിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന് മേൽ ചെലുത്തുന്ന സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഗാസയിലെ പട്ടിണി മാറ്റാൻ എന്തെങ്കിലും ചെയ്യുന്നു എന്നൊരു തോന്നൽ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ഈ എയർ ഡ്രോപ്പുകൾ നടത്തുന്നു എന്ന ആരോപണം ശക്തമാണ്. ഇത് ഒരു PR സ്റ്റണ്ട് മാത്രമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. കരമാർഗം ട്രക്കുകളിലേക്ക് സഹായം എത്തിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. ഒരു എയർ ഡ്രോപ്പിലൂടെ എത്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ കൂടുതൽ സാധനങ്ങൾ ഒരു ട്രക്കിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇത് കൂടുതൽ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമാണ്. എന്നാൽ ആയിരക്കണക്കിന് ട്രക്കുകൾ അതിർത്തിയിൽ കാത്തുകിടക്കുമ്പോഴും ഇസ്രായേൽ അവയെ കടത്തിവിടാൻ തയ്യാറാകുന്നില്ല. UN ഏജൻസികൾക്ക് സുരക്ഷിതമായി സഹായ വിതരണം ചെയ്യാൻ അതിർത്തികൾ തുറന്നു കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. എന്നാൽ അതിനു പകരം എയർ ഡ്രോപ്പുകൾ നടത്തുന്നത് ഒരു പ്രഹസനം മാത്രമാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് പുതിയൊരു പ്രതിഭാസമല്ല. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും നടന്ന എയർ ഡ്രോപ്പുകളും പലപ്പോഴും ഫലപ്രദമായിരുന്നില്ല. സഹായങ്ങൾ തെറ്റായ ആളുകളുടെ കൈകളിൽ അപകടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് മുൻകാല റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. അതിന് ഫലപ്രദമല്ലാത്ത തന്ത്രങ്ങൾ മാറ്റി സുരക്ഷിതവും കാര്യക്ഷമവുമായ മാർഗങ്ങളിലൂടെ സഹായം എത്തിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം. അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്.